ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 5 കണ്ട ഒരു സങ്കടകരമായ കാഴ്ചയാണ്. ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ബീച്ചിലേക്ക് പോയി നോക്കിയതാണ്. അപ്പോഴാണ് പതിവില്ലാതെ എന്തോ കിടക്കുന്നത് കാണുന്നത്. അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പോയി നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ഡോൾഫിനാണ്. പിന്നീടുള്ള ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ കടലിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിന് ശേഷം മനസ്സിലായി അതിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഏകദേശം തൊട്ടടുത്ത സമയത്ത് മരിച്ചതാണെന്ന് മനസ്സിലായി. കാരണം അത്രയും ഫ്രഷ് ആയിരുന്നു. നമ്മളൊക്കെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ചാട്ടവും ഇതിൻ്റെ പോക്കും ഒഴുക്കൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്തൊക്കെ സ്പർശിക്കുമ്പോഴേക്കും നമുക്ക് ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോഴേക്കും ഇത് എന്താണെന്ന് ഇതിൻ്റെ പേരുകളൊന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഒന്ന് അന്വേഷിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഈ ഡോൾഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയാണ്. പൈലറ്റ് വെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് പൈലറ്റ് തിമിംഗലം എന്നും നമ്മൾ മലയാളത്തിൽ പറയും. ഇത് ഡോൾഫിൻ കുടുംബത്തിൽ തന്നെ വരുന്ന വലിയ ഒരു സമുദ്ര സസ്തനിയാണ്. പേരിൻ്റെ കൂടെ വെയിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു വലിയ ഡോൾഫിനാണിത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഗ്ലോബിസെഫാലസ് എന്നാണ് അറിയപ്പെടുന്നത്. 2 ഇനങ്ങൾ 2 സ്പീഷീസ് ആയി കാണുന്നു. ലോങ് ഫിന്നഡ് പൈലറ്റ് തിമിംഗലവും ഷോർട്ട് ഫിന്നഡ് പൈലറ്റ് തിമിംഗലവും. ഇതിന്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ, ഇതിന്റെ ശരീര ദൈർഘ്യം എന്നുള്ളത് 4 മുതൽ 6.5 മീറ്റർ വരെയും ഇതിന്റെ ഭാരം നമ്മൾ കാണുന്നത് 1 മുതൽ 1.5 ടൺ വരെയാണ്. സാധാരണയായി കറുപ്പോ ഇരുണ്ട നിറത്തിലോ ഇരുണ്ട ചാര നിറത്തിലോ ആണ് ഇത് കണ്ടുവരുന്നത്. വലിപ്പമേറിയ വളഞ്ഞ തലയാണ് കാണുന്നത്, ചുരുങ്ങിയ മൂക്കും. പ്രധാന ആഹാരം എന്നത് മത്സ്യങ്ങളും അതുപോലെ തന്നെ സ്ക്വീഡുകളുമാണ്. ഒത്തിരി വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക സ്വഭാവം തന്നെയാണ്. ഇവ കൂട്ടമായി ജീവിക്കുന്നു. ഇതിനെ പോഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു കൂട്ടത്തിൽ ഏകദേശം 20 മുതൽ 100 വരെ അംഗങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ കൂട്ടത്തിനുള്ളിൽ തന്നെ വളരെ ശക്തമായ സാമൂഹ്യ ബന്ധമാണ് ഇവക്കുള്ളത്. അതുപോലെ തന്നെ പരസ്പരം സഹായിക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇനി ഇവരുടെ ബുദ്ധിശേഷി എന്ന് പറയുന്നത് എക്കോ ലൊക്കേഷൻ, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് വേട്ടയും ആശയവിനിമയം നടത്തി വരുന്നതാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആശയവിനിമയത്തിന് പല വിധത്തിലുള്ള ശബ്ദങ്ങളും ഇവ പുറപ്പെടുവിക്കാറുണ്ട്. കൂട്ടത്തിൽ നല്ല സംഘാടനവും സഹകരണവും ഉള്ള ഒന്നാണ് ഈ ഡോൾഫിനുകൾ. ഇനി ഇതിന്റെ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈലറ്റ് വെയിൽ എന്ന പേര് വന്നത് പഴയ കാലത്ത് ഇവ കൂട്ടത്തോടെ നടക്കുന്നു, അതായത് വഴി കാട്ടുന്നു. അങ്ങനെയാണ് ഈ പൈലറ്റ് എന്ന് പറയുന്ന ഒരു പേര് ഇതിന് ലഭിക്കുന്നത്. അതായത് തിമിംഗലവുമായിട്ട് എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഈ തിമിംഗലം എന്ന് പറയുന്ന ഒരു പേര് കൂടി ഇതിന്റെ കൂടെ ആഡായി വരുന്നത്. പക്ഷേ തിമിംഗലത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസം നമ്മൾ ഈ പറയുന്ന ഡോൾഫിനുകൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട ഭീഷണികൾ എന്ന് പറയുന്നത് മത്സ്യബന്ധന വലകൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കടൽ മലിനീകരണം, അത് പ്ലാസ്റ്റിക് ആവട്ടെ, കെമിക്കൽസ് ആവട്ടെ, അതുപോലെ വേസ്റ്റുകളാവട്ടെ. അതുപോലെ തന്നെ കപ്പലുകളുടെ ശബ്ദ മലിനീകരണം ഇതിനെ പ്രധാനമായിട്ടും സംഭവിക്കാറുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില പ്രദേശങ്ങളിൽ തന്നെ വേട്ടയാടിയും കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നമ്മളുടെ നല്ല പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ സമുദ്രങ്ങളൊക്കെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജീവികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കൈകളിലാണെന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവായ രീതിയിൽ നമ്മൾ പ്രകൃതിയെയും സമുദ്രത്തെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.